നിധി മലദ്വാരത്തിലൂടെയുള്ള സെക്സ് ജീവന് തന്നെ അപകടമാണല്ലേ? തീർച്ചയായിട്ടും അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അവിടെ വളരെ റിസ്ക് ഉള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് പലതരത്തിലുള്ള ഹാബിറ്റ്സുകളുള്ള ആൾക്കാരുണ്ട്, നല്ല ശീലങ്ങളുണ്ട്. അപ്പം നല്ല ശീലങ്ങൾ നമ്മുടെ ലൈഫിന് മുന്നോട്ട് നയിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളതാണ്. അപ്പം നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ഓഡിയോ കണ്ടന്റ് ആണ് എംപവർ അവർ ബെസ്റ്റ് ഹാബിറ്റ്സ് എന്നുള്ളത്. ഇത് കുക്ക് ഓഫിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓഡിയോ കണ്ടന്റ് ആണ്. ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള മോട്ടിവേഷൻ പുസ്തകങ്ങളും കാര്യങ്ങളെല്ലാം കുക്ക് ഓഫിൽ അവൈലബിൾ ആണ്. കൂടാതെ ഫിക്ഷൻ സ്റ്റോറീസ് അവൈലബിൾ ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഓഡിയോ കണ്ടന്റ് രൂപത്തിൽ നല്ല ക്വാളിറ്റിയിൽ കേട്ട് ആസ്വദിക്കാൻ കുക്ക് ഓഫ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണെന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ നല്ലൊരു അവസരമുണ്ട്. 7 days ഫ്രീ ട്രയൽ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാന്നുള്ളതാണ്. പല ആൾക്കാരും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആൺ ബന്ധത്തിൽ, അതായത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ് ഇത്തരം രീതികൾ അനുവർത്തിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺ പെൺ ബന്ധത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇനി ഇത് കമ്പയർ ചെയ്തിട്ട് വെജൈനയുടെ കേസിലും ഈ ഏനസിന്റെ മലദ്വാരത്തിന്റെ കേസിലും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് അവിടെയുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെജൈന എന്ന് പറയുന്നത് ആ സെക്സിന് വേണ്ടിയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് ഓപ്പൺ ചെയ്യുന്ന ട്യൂബും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ സെക്സിന് അനുയോജ്യമായുള്ള എക്കോസിസ്റ്റം ഉള്ളത്, അതായത് സെക്ഷലി എക്സൈറ്റഡ് ആകുമ്പോൾ ഒരു ലേഡിയുടെ വെജൈനയിൽ നിന്ന് നാച്ചുറൽ ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് സ്മൂത്ത് ആയിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് സംഭവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. നേരെ മറിച്ച് ആ ഒരു ഏനസിന്റെ കേസിൽ മലദ്വാരത്തിന്റെ കേസിൽ അങ്ങനെ ഒരു കാര്യമില്ല. പിന്നെ വരുന്നത് ഈ വെജൈനയുടെ കേസിൽ അമേസിങ് ഇലാസ്റ്റിക് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത് ആവശ്യത്തിന് വികസിക്കാനും നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഏനസിന്റെ കേസിൽ വരുമ്പോൾ അത് അങ്ങനെയല്ല. അതേപോലെ തന്നെ വെജൈനയിൽ നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഗുഡ് ബാക്ടീരിയാസുകൾ ഉണ്ട്, നല്ലൊരു pH ബാലൻസ് ഉണ്ട്, ഒരു സെൽഫ് ക്ലീനിങ് മെക്കാനിസം തന്നെയുണ്ട്. ഏനസിന്റെ കേസിൽ അങ്ങനെയല്ല, മലം പുറത്തോട്ട് പോകുന്നതാണ്. അവിടെ പലതരത്തിലുള്ള ബാക്ടീരിയാസുകളും ഇൻഫെക്ഷൻ സാധ്യതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഒരു ഹൈജീനിക് പോയിന്റ് അല്ല. നമുക്ക് തമ്മിലുള്ള ഈ കമ്പാരിസണിൽ നിന്ന് തന്നെ അവിടെ വരാൻ സാധ്യതയുള്ള റിസ്കുകൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അവിടെ നാച്ചുറൽ ആയിട്ട് ലൂബ്രിക്കേഷൻ ഇല്ല, അതേപോലെ തന്നെ ആ ഒരു മസിൽസിന്റെ ഇലാസ്തികതയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതേ വജൈന പോലെ ഒരു എക്കോസിസ്റ്റം അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഏനസിലൂടെ സെക്സ് ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ടുള്ള പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ മുറിവുകൾ രൂപപ്പെടാൻ, ഏനൽ ഫിഷർ അവിടെ പൊട്ടലും മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുവഴി ഇൻഫെക്ഷൻ സാധ്യതകൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ ഈ രീതി ചെയ്യുന്നവരുടെ കേസിൽ മലം പിടിച്ചു നിർത്താനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഭാവിയിൽ വരുന്നു എന്നുള്ള ചില സ്റ്റഡീസുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ചില റിസ്ക് സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് രോഗങ്ങൾ ഉള്ള ആൾക്കാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ളത് ഇത്തരം രീതിയിലൂടെ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ചെയ്യുമ്പോഴാണ്. അതായത് ഈ ഒരു മലദ്വാരത്തിലൂടെ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ചെയ്യുമ്പോഴാണ് രോഗങ്ങൾ ഉള്ളവരിൽ നിന്ന് വളരെ ഈസി ആയിട്ട് രോഗങ്ങൾ സ്പ്രെഡ് പെടുന്നത് എന്നുള്ളതാണ് WHO തന്നെ പറയുന്നത്. ഏറ്റവും കൂടുതൽ രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് പറയുന്നത് ഏനൽ സെക്സ് ആണ് ഫസ്റ്റ്, രണ്ടാമത് വെജിനൽ സെക്സ്, തേർഡ് ചാൻസ് ഓറൽ സെക്സ് ആണ്, ഫോർത്ത് ചാൻസ് ആയിട്ട് കിസ് പോലുള്ള ചില ഇതും പറയുന്നുണ്ട്. ചില സെക്ഷൽ ട്രാൻസ്മിറ്റഡ് രോഗങ്ങൾ അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസ്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ പല ആൾക്കാരും ഇത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇനി ചെയ്യാൻ പോകുന്നവർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് താനും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കൺസെന്റ് ആണ്. അതായത് പാർട്ണർ ഓക്കെ അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വിയേർഡായിട്ടുള്ള ഒരു അവസ്ഥയും കാര്യങ്ങളാണ്, ഒരു തരത്തിലുള്ള പീഡനം തന്നെയാണ് സംഭവം. അപ്പോൾ ഒരു ഹെട്രോസെക്ഷൽ ബന്ധത്തിൽ, ഒരു ആൺപെൺ ബന്ധത്തിലാണെങ്കിൽ, ഏത് ബന്ധത്തിലാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള കൺസെന്റ് ആവശ്യമാണ്. അത് എപ്പോഴാണെങ്കിലും സെക്സ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള കൺസെന്റ്, അത് ഏത് രീതിയിലുള്ള സെക്സ് ആണെങ്കിലും കൃത്യമായ കൺസെന്റ് ആവശ്യമാണെന്നുള്ളതാണ്. രണ്ടാമത് അത് ഓക്കെയാണ്, പാർട്ണർ ഓക്കെയാണ്, അവരത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, രണ്ടുപേരും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോണ്ടംസ് മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കണം, പ്രൊട്ടക്ഷൻ മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കണം. കാരണം അതൊരു ഹൈജീനിക് പോയിന്റ് അല്ല, അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ കോണ്ടംസ് ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൂബ്രിക്കേഷൻ, കാര്യമായിട്ട് ലൂബ്രിക്കേഷൻ ഉപയോഗിച്ചിരിക്കണം. വെജൈനയിൽ നാച്ചുറൽ ലൂബ്രിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ആ ലൂബ്രിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എക്സസ് എമൗണ്ടിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ലൂബ്രിക്കേഷൻ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കോണ്ടത്തിന്റെ കൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാട്ടർ ബേസ്ഡോ അല്ലെങ്കിൽ സിലിക്കോൺ ബേസ്ഡോ ആയിട്ടുള്ള കോണ്ടത്തിന്റെ കൂടെ ഫിറ്റ് ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ ഉപയോഗപ്പെടുത്തരുത് എന്നുള്ളതാണ്. ഇനി ആരെങ്കിലും ടോയ്സ് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്കിലൂടെയുള്ള സെക്സ് രീതിക്ക് ഫിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ടോയ്സുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ കൂടെയും പ്രോപ്പറായ രീതിയിൽ ലൂബ്രിക്കേഷൻ ഉപയോഗിക്കേണ്ടതാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ റിസ്ക് സാധ്യതകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇനി ചെയ്യാൻ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എന്തായാലും നിങ്ങളുടെ കൂട്ടുകാരെ കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നിങ്ങളുടെ വലിയ കമന്റുകൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്തൊക്കെ മറക്കണ്ട. മറ്റു വീഡിയോ കാണാം. ബൈ ഗൈസ്.